ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ നാൾ കേടുകൂടാതെ ഇരിക്കാൻ പറ്റിയ ഒരു നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെയാണ് നമ്മൾ നെല്ലിക്കച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടുവരാതെയൊക്കെ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. വളരെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. നമ്മുടെ വയറിനും പിന്നെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഈ നെല്ലിക്ക കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും, നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾ ഈ നെല്ലിക്ക കഴിക്കാൻ ഇത്തിരി മടി കാണിക്കും. അപ്പോൾ ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ഇഷ്ടാവും കേട്ടോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിത് അവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നെല്ലിക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നെല്ലിക്കയൊക്കെ മുഴുവനായിട്ട് നമ്മൾ ആ ഇഡ്ഡലി ചെമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ നെല്ലിക്കയൊക്കെ ഇവിടെ 15 മിനിറ്റോളം ആവി കയറി വന്നപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുരുവിൽ നിന്നും ഒന്ന് വേർപെടുത്തിയെടുക്കണം. അപ്പോൾ വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലെ വിട്ട് വരണം നമുക്ക്. ആ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ വെന്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അതൊന്നും കൈകൊണ്ട് തന്നെ വേർപെടുത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമ്മളിതാ നെല്ലിക്കയുടെ കുരുവൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം ഉപ്പാണ്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിലൊക്കെ എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കേടുകൂടാതെ ഇരിക്കാൻ കല്ലുപ്പ് ഒരുപാട് സഹായിക്കും. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പൊക്കെ നെല്ലിക്കയിൽ ഒന്ന് പിടിച്ചു വരാനായിട്ട്. ഇങ്ങനെ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റോളം വെക്കാം. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നെല്ലിക്കയിലോട്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തു വെക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരിത്തിരി കളറ് കിട്ടാനും പിന്നെ എരിവ് ഇത്തിരി കുറഞ്ഞു കിട്ടാനും ഒരു തിക്ക് ഗ്രേവിക്കും ഒക്കെ ആയിട്ട് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതാവും നല്ലത്. അപ്പോൾ 6 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. അപ്പോൾ സാധാ മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതിന് എരിവിന് വേണ്ടിയിട്ട് നമ്മളിതാ പച്ചമുളക് അത്യാവശ്യത്തിന് എരിവിന് എടുത്തിട്ടുണ്ട്. നമ്മളിതാ 6 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തു വെക്കാം. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയ ഏറ്റവും എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ചട്ടി ഇങ്ങനെ ചൂടായി കിടക്കുമ്പോൾ നമ്മളിതെല്ലാം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഉലുവയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് ഉലുവ പൊടിച്ചത് മുമ്പേ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മളിത് പെട്ടെന്ന് തന്നെ അപ്പോഴേ ഉലുവയൊക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക മണം തന്നെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഉലുവ വറുത്ത് പൊടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ ഏകദേശം മൂത്ത് വന്നപ്പോൾ ഞാനത് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ചൂട് ഒന്ന് അറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അച്ചാറിൽ അത്യാവശ്യം എണ്ണയൊക്കെ വേണം. പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ നല്ലെണ്ണയൊക്കെ അവിടെ ചൂടായി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് 2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ കടുകൊക്കെ ഇതാ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് അതേ എണ്ണയിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയൊക്കെ എപ്പോഴും അച്ചാറിലേക്ക് അരിയുമ്പോൾ നന്നായിട്ട് ചെറുതാക്കി പൊടിയായി അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അച്ചാറിലേക്ക് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. എന്നാലേ ഇഞ്ചി നമുക്ക് അച്ചാറിലോട്ട് കടിക്കാതിരിക്കുള്ളൂ. അപ്പം ഞാനിത് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ അവിടെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് അച്ചാറൊക്കെ കഴിക്കുമ്പോൾ ഇഞ്ചി ഒന്നും കടിക്കാതെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മളിത് വെളുത്തുള്ളിയും കൂടെ അതുപോലെ മൊരിയിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിത് അതിലോട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളത് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഒന്ന് മൂത്തിട്ട് നല്ല മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 2 ചെറിയ ബൗളാണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ട് നെല്ലിക്കയിൽ ഇങ്ങനെ മസാലയൊക്കെ പരണ്ട രൂപത്തിലാണ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണം, ഇങ്ങനെ ചാറോട് കൂടിയിട്ടുള്ള അച്ചാറാണ് ഇഷ്ടമെങ്കിൽ 2 ബൗള് വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 2 ബൗള് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴും കേടൊന്നും വരില്ല. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വിനീഗറൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് വീതം ഒന്ന് തിളപ്പിച്ചെടുക്കും. നമ്മൾ അച്ചാറിൻ്റെ ഗ്രേവിയിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മുമ്പ് നമ്മൾ നെല്ലിക്കയിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവിയിലോട്ട് നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അതിനുശേഷം ചൂടാറി വന്നപ്പോൾ നമുക്ക് തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള അച്ചാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ തിക്ക് ഗ്രേവി ആയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നെല്ലിക്ക അച്ചാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്പൂണിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒട്ടും ഈർപ്പില്ലാത്ത കുപ്പിയിൽ വേണം നമ്മളിത് സൂക്ഷിക്കാനായിട്ട്. അപ്പം ഞാനിതാ ഇവിടെ അച്ചാർ ഉണ്ടാക്കിയത് ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കേടുകൂടാതെ ഇരിക്കാൻ ഒരു 2 ടീസ്പൂണോളം നല്ലെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം കുപ്പിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ കുപ്പി ഇങ്ങനെ അടച്ചു വെച്ചാൽ ഒട്ടും തന്നെ പൂപ്പൽ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്